പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പിളരുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കഴിഞ്ഞ ദിവസം പാക് ആർമിയുമായി ഏറ്റുമുട്ടൽ നടത്തി. 18 പാക് ആർമി ഉദ്യോഗസ്ഥരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഈ ലിബറേഷൻ ആർമിയുടെ 24ഓളം പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ പാകിസ്ഥാൻ ഇനി ഈ പറയുന്ന ബലൂചിസ്ഥാൻ എന്നൊരു രാജ്യമായി മാറുന്നു. അല്ലെങ്കിൽ സിന്ധ് എന്നൊരു മറ്റൊരു രാജ്യം ഉണ്ടാകുന്നു, പഞ്ചാബ് എന്ന് പറയുന്നൊരു രാജ്യം ഉണ്ടാകുന്നു, പഷ്തൂൺക എന്ന് പറയുന്ന മറ്റൊരു രാജ്യം ഉണ്ടാകുന്നു. ഇങ്ങനെ 3ഓ 4ഓ ആയിട്ട് വേർപിരിയും. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയാണ്, റോയാണ്, ഇറാൻ്റെ സഹായമുണ്ട്, അഫ്ഗാൻ പിന്തുണയ്ക്കുന്നു. ഇതൊക്കെയാണ് പുറത്തു വരുന്ന കാര്യങ്ങൾ. അത് സത്യമാണ് എന്ന് പറയാൻ സാധ്യമല്ല, പക്ഷേ സത്യമാവാൻ എല്ലാ സാധ്യതയും ഉണ്ട് താൻ. ഈ പാകിസ്ഥാൻ എന്നുള്ള ശല്യത്തെ ഒഴിവാക്കാനായിട്ട് അതിനെ 4ആയിട്ട് പിളർത്തുക എന്നൊരു ഡിസൈൻ കുറേ കാലമായിട്ട് ഭാരതത്തിലെ ഒരുപാട് പേര് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവരൊക്കെ നേരത്തെ പട്ടാളത്തിലുണ്ടായിരുന്നവരും ഇപ്പോഴും സജീവമായിട്ട് പട്ടാളത്തെ സഹായിക്കുന്നവരും നേരത്തെ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നവരും ഇപ്പോൾ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നവരും റിട്ടയർഡ് മിലിറ്ററി ആൻഡ് റിട്ടയർഡ് പൊളിറ്റീഷ്യൻസ് ബട്ട് ദേ ആർ സ്റ്റിൽ ആക്റ്റീവ്, ഇങ്ങനെയുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ. അവരുടെ ആശയമാണ് ഈ പാകിസ്ഥാൻ 4ആയിട്ട് വിഭജിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങും വിദേശകാര്യ വകുപ്പും ഒക്കെ ഈ അൺപ്ലസൻറ്റ് ട്രൂത്ത് പറയാനായിട്ടും ഒരു ആശയം ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ടും ഇതുപോലെയുള്ള വെറ്ററൻസ് എന്ന് പറയും, ആർമി വെറ്ററൻസ്, ഇവരെയും റിട്ടയർഡ് പൊളിറ്റീഷ്യൻസിനെയും ഉപയോഗിക്കാറുണ്ട്. അവരോട് പറയും, നിങ്ങളിതൊന്ന് പബ്ലിക്കിൽ പറഞ്ഞു നോക്ക്, എങ്ങനെയാണ് റിയാക്ഷൻസ് വരുന്നത് നോക്കാം. ഭാരതത്തിനകത്തും പുറത്തും, അകത്തും ഇത് ചൊല്ലി എതിരഭിപ്രായങ്ങളുണ്ടാവാം, പുറത്തും എതിരഭിപ്രായങ്ങളുണ്ടാവാം. അതനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജി മെല്ലെ മാറ്റിക്കൊണ്ടുവരും. എന്നാൽ പാകിസ്ഥാനോ മറ്റ് രാജ്യങ്ങൾക്കോ നമ്മളെ കുറ്റപ്പെടുത്താനും പറ്റില്ല. കാരണം നമ്മൾ ഒഫീഷ്യലി ഒരു സ്റ്റാൻഡും എടുത്തിട്ടില്ല. നമ്മളായിട്ട് പറഞ്ഞിട്ടില്ല പാകിസ്ഥാനെ 4 കഷ്ണമാക്കുമെന്ന്. അല്ല, അത് നിങ്ങളുടെ ഇയാൾ അങ്ങേര് പൊളിറ്റിക്സിൽ റിട്ടയർ ആയ മനുഷ്യൻ, അങ്ങേര് എന്തെങ്കിലും പറഞ്ഞാൽ എന്താ ഇങ്ങനെ. അപ്പോൾ അക്കാഡമീഷ്യൻസ്, മിലിറ്ററി വെറ്ററൻസ്, റിട്ടയർഡ് പൊളിറ്റീഷ്യൻസ്, ഈ 3 പേരെ ഇതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഈ 3 പേരിൽ ആരെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ ആദ്യം ഇങ്ങനെന്താ ഇതൊക്കെ പറയുന്നതല്ല, അത് പറയിപ്പിക്കുന്നതാണ്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയൊക്കെ വലിയ റിയാക്ഷൻസ് ഉണ്ടാകും, ലേഖനങ്ങൾ വരും. അത് പഠിച്ചിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സത്യമാകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. റിട്ടയർഡ് പൊളിറ്റീഷ്യൻസും റിട്ടയർഡ് മിലിറ്ററി വിദഗ്ധന്മാരും എന്നും ആവശ്യപ്പെടുന്ന 2 കാര്യങ്ങളാണ്. പാകിസ്ഥാനെ എന്നേക്കുമായിട്ട് തളയ്ക്കാനായിട്ട് പാകിസ്ഥാനെ 4 കഷ്ണങ്ങളാക്കുക, പ്ലസ് കാശ്മീരിൽ റിട്ടയർഡ് പട്ടാളക്കാരെ ഒരു 10 ലക്ഷം പേർക്ക് വീടുണ്ടാക്കി അവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുക, പോപ്പുലേഷൻ അവരുടേതായിട്ട് മാറ്റുക, ബേസിക്കലി കാശ്മീർ താഴ്വരയിൽ. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ്, 5-10 കൊല്ലം കൊണ്ടൊക്കെ തീരുള്ളൂ. പക്ഷേ അതോടെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമാകും. ഇപ്പോൾ പാകിസ്ഥാനെ നമ്മൾ എല്ലാ സൈഡിൽ നിന്നും പൂട്ടിയിരിക്കുകയാണ്. ഇറാൻ പാകിസ്ഥാൻ്റെ പണ്ടേ ശത്രുവാണ്. കാരണം പാകിസ്ഥാൻ സുന്നിയാണ്, ഇറാൻ ഷിയയാണ്. ഇറാൻ ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാനിലേക്ക് മിസൈൽ അയക്കുക, വെടിവയ്ക്കുക, ഉപദ്രവിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാറൊക്കെയുണ്ട്. പാകിസ്ഥാൻ തിരിച്ചും ചെയ്യാറുണ്ട് വല്ലപ്പോഴും. അപ്പോൾ ആവശ്യം ബ്ലോക്കായി. പിന്നെ ഉള്ളത് പടിഞ്ഞാറ് വശത്ത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വന്നു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ വലിയ ആഘോഷമൊക്കെ നടത്തി. താലിബാനാണ്, സുന്നിയാണ്, നമ്മുടെ ആൾക്കാരാണ്, നമ്മുടെ കൂടെ നിൽക്കും എന്നൊക്കെ വിചാരിച്ച് തുള്ളിച്ചാടി. അവർ ഇവരുടെ കൂടെ നിന്നില്ല, പാകിസ്ഥാൻ്റെ കൂടെ. മാത്രമല്ല അവർ ഇന്ത്യ ഫ്രണ്ട്ലി ആയിട്ട് മാറുകയും ചെയ്തു. താലിബാൻ കടുത്ത ഇസ്ലാമിക തീവ്രവാദികളാണ്, പക്ഷേ പൊളിറ്റിക്കലി അവർ ഇന്ത്യയുമായിട്ട് ലോഹ്യത്തിലാണ്. ഇപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ സൗദി അറേബ്യ, UAE, ഒമാൻ, ഖത്തർ, ഇവരൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളാണല്ലോ. ബട്ട് നമ്മളുമായിട്ട് നല്ല സൗഹൃദത്തിലാണ് താനും. ഏകദേശം ആ സ്ഥിതിയിലെത്തി
അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ അംഗീകരിക്കാൻ തയ്യാറല്ല. അവർ തമ്മിലുള്ള ബോർഡർ പോലും അഫ്ഗാനിസ്ഥാൻ അംഗീകരിക്കുന്നില്ല. അഫ്ഗാനിസ്ഥാൻ പറയുന്നത് പിന്നെയും പാകിസ്ഥാനുള്ളിൽ ഞങ്ങളുടെ സ്ഥലമുണ്ട് എന്നാണ്. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പലതവണ പാകിസ്ഥാൻ ആക്രമിക്കപ്പെട്ടു. അപ്പോൾ അവിടെ ബ്ലോക്കായി. പിന്നെ ഈ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് ഇന്ത്യയുമായിട്ട് ലയിക്കണം എന്നാഗ്രഹിച്ചവരാണ്. ബട്ട് കോമൺ ബോർഡർ ഇല്ലാതെ പോയതുകൊണ്ട് ബലൂചിസ്ഥാൻ അപ്പുറത്ത് പെട്ടുപോയി. കാരണം അതിൻ്റെ നടുക്കാണല്ലോ, പാകിസ്ഥാൻ്റെ പടിഞ്ഞാറേ അറ്റത്താണ് ബലൂചിസ്ഥാൻ, കിഴക്കുവശത്താണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയും ബലൂചിസ്ഥാനും തമ്മിലൊരു കോമൺ ബോർഡർ ഇല്ല. കോമൺ ബോർഡർ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്ന് തന്നെ ബലൂചിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായി. ബലൂചിസ്ഥാനിൽ ക്ഷേത്രങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, നമ്മളുടെ സംസ്കാരമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ സംസ്കാരമായിട്ട് അത്ര ചേരുന്നുമില്ല. അതാണ് അവർ തുടക്കം മുതലേ വഴക്കാണ്. അത് പിന്നെ സായുധ സമരമായിട്ട് മാറി. അവരവരുടേതായ പട്ടാളം ഉണ്ടാക്കി. ആ പട്ടാളമാണ് ഇപ്പോൾ പാകിസ്ഥാന് വേണ്ടിയിട്ട് ഏറ്റുമുട്ടുന്നത്. പക്ഷെ അവർക്കിപ്പോൾ കവചിത വാഹനം, ആയുധം, അത്യന്താധുനിക ആയുധമൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാം കിട്ടുന്നുണ്ട്. അത് ചാബഹാർ പോർട്ട് വഴി നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു. കൊടുക്കുന്നുമുണ്ടാകും. കാരണം നമ്മളുടെ സർവൈവലിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റം, യുണൈറ്റഡ് നേഷൻസിലെ പ്രസംഗത്തിൽ ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും. അത് പണ്ടും പ്രധാനമന്ത്രിമാർ പറയുമായിരുന്നു. ആ പറയുന്നത് അതുപോലെ വിഴുങ്ങുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്തിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുമായിരുന്നു. നരേന്ദ്രമോദി അത് ചെയ്തില്ല. നമ്മൾ മഹാത്മാഗാന്ധി, ശ്രീബുദ്ധൻ, അത് ഇതെന്നൊക്കെ നമ്മൾ പ്രസംഗിക്കുമെങ്കിലും ഗ്രൗണ്ട് ലെവലിൽ ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്ക് സ്വന്തം റെട്ടറിക്കിൽ താൻ തന്നെ വീണു പോകരുതെന്നും മോദിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ലോകസമാധാനത്തിന് വേണ്ടി നമ്മൾ നിലനിൽക്കുന്നു. പക്ഷേ നമ്മുടെ നിലനിൽപ്പാണ് നമുക്ക് പ്രധാനം. അതുകൊണ്ട് ഈ പറഞ്ഞ പണിയെല്ലാം ചെയ്യും. ബലൂചിസ്ഥാനെ സഹായിക്കും, അഫ്ഗാനിസ്ഥാനെ സഹായിക്കും. ഇപ്പോൾ തന്നെ അഫ്ഗാനിസ്ഥാനെ സഹായിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് വികസനത്തിനൊക്കെ ഇന്ത്യ സഹായം ചെയ്യുന്ന പല പ്രോജക്റ്റുകളും അഫ്ഗാനിസ്ഥാനിൽ നടപ്പാക്കുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ആ രീതിയിൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് തൽക്കാലം നല്ല ബന്ധത്തിലാണ്. എന്നാൽ അവൻ്റെ താലിബാൻ സ്വഭാവം നമുക്കറിയുകയും ചെയ്യാം. അതുകൊണ്ട് കൂടുതൽ നമ്മൾ അടുപ്പിക്കില്ല. ഈ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തും മറ്റ് സയൻറ്റിഫിക് മേഖലയിലുമൊക്കെയുള്ള കൂട്ടുകെട്ടല്ലാതെ വേറെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചിന് നമ്മൾ തയ്യാറാവില്ല. കാരണം ദാറ്റ് ഈസ് ഡേഞ്ചറസ്. അത് നമുക്കറിയുകയും ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സമർത്ഥമായിട്ട് അതിൽ ഇടപെടുകയും കളിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു തെറ്റുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ ഖൈബർ പഷ്തൂൺഖ മേഖല, അപ്പോൾ തെക്ക് വടക്ക് കിടക്കുന്ന പഷ്തൂൺ വിഭാഗക്കാർ, ഗോത്ര വിഭാഗക്കാർ, അതിൽ കുറച്ച് പേർക്ക് ഒരുമിച്ച് എല്ലാം കൂടെ നിൽക്കണം. നമുക്ക് പഷ്തൂൺ എന്ന് പറയുന്ന ഒരു രാജ്യം വേണം, നമ്മൾ എല്ലാം കൂടെ ഒരു രാജ്യമായിട്ട് നിൽക്കണം. പാകിസ്ഥാൻ അവിടെയും പ്രതിസന്ധി നേരിടുകയല്ലേ. അപ്പോൾ അവർക്കും ഈ പറയുന്ന പിന്തുണ ഇറാൻ്റെ ഭാഗത്തുനിന്നും അഫ്ഗാൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഓരോ പ്രദേശവും വ്യത്യസ്തമാണ്. പാകിസ്ഥാൻ്റെ ഇതിനകത്ത് ഒരു യുദ്ധം ചെയ്യാനൊരു ഗട്ട്സ് ഉള്ളത് ബലൂചിസ്ഥാൻ മാത്രമാണ്. ബാക്കിയുള്ളവർ കൂടുതലും വാചകക്കാരാണ്. അപ്പോൾ അവർക്ക് അതിനുള്ള ഒരു ത്രാണിയില്ല. ഈ ഓരോ ജനങ്ങളുടെ ഓരോ സ്വഭാവമുണ്ടല്ലോ. നമ്മളുടെ കേരളത്തിൽ തന്നെ മലബാർ, തിരുവിതാംകൂർ നോക്കൂ. മലബാറുകാർ വെട്ടാനും കുത്താനും ഒക്കെ ഇറങ്ങും. തിരുവിതാംകൂർ മേല് നോക്കുന്ന കാര്യത്തിന് അവരുണ്ടാകും. വാചകം മാത്രമായിട്ട് നിൽക്കുന്നവരാണ്. ബൈ ആൻഡ് ലാർജ് ഇല്ല എന്നൊന്നും ഞാൻ ത്രൂ ഔട്ട് ആ ക്യാരക്ടറാണെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും ബ്രോഡ്ലി അങ്ങനൊരു സ്വഭാവമുണ്ട്. ഇത് പാകിസ്ഥാനിലും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ബലൂചിസ്ഥാനെ പോലെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഇപ്പുറത്തുള്ളവർക്ക് നേരെ എതിർവശത്ത്, അതായത് ബലൂചിസ്ഥാനിൽ നിന്ന് വടക്ക് കിഴക്കോട്ട് സഞ്ചരിച്ച് ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചൈനയുടെ അതിർത്തിയിൽ കിടക്കുന്ന സ്ഥലം, പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ പഞ്ചാബി മുസ്ലിംസ്, അവർ ഈ വാചകം വഴി മാത്രമായിട്ട് നിൽക്കുന്നവരാണ്. കാര്യത്തോട് അവർ അടുക്കില്ല. അത് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു. ഈ ഇമ്രാൻഖാനെ തുറന്നു വിടണമെന്ന് പറഞ്ഞിട്ട് അയാളുടെ ഭാര്യയൊക്കെ ഇറങ്ങി വലിയ സമരമൊക്കെ നടത്തിയല്ല. ബട്ട് അതിൽ ഏറ്റവും വലിയ ബഹളം വെച്ചത് ഈ പഞ്ചാബി മുസ്ലിംസാണ്. പക്ഷേ തെരുവിലിറങ്ങാൻ അവർ വന്നില്ല. അടികൊള്ളാനും വെടികൊള്ളാനും ഒന്നും അവർ വന്നില്ല. അവർ പാട്ടം പിടിച്ച സൈഡിൽ അവസാനം ഇത് അക്രമത്തിൽ കലാശിക്കുമെന്നായി കഴിഞ്ഞപ്പോൾ അവർ മാറിക്കളഞ്ഞു. അതാണ് ആ ടീം. ബട്ട് ബേസിക്കലി
നാലായിട്ട് പാകിസ്ഥാൻ ഛിദ്രിച്ചു പോകാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ കാശ്മീരിലും പഞ്ചാബിലും ഒക്കെ പാകിസ്ഥാൻ ഇങ്ങോട്ട് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചല്ലോ, അതിനുള്ളൊരു തിരിച്ചടി എന്ന രീതിയിൽ ഈ അജിത് ഡോവലിൻ്റെ ഇടപെടലാണെന്ന് തീർച്ചയായിട്ടും അങ്ങനെ ഇടപെട്ടാൽ അതിൽ അതിശയിക്കാനില്ല. കാരണം പാകിസ്ഥാനിൽ ചൈന ഇടപെടുന്നുണ്ട്, പാകിസ്ഥാനിൽ അമേരിക്ക ഇടപെട്ടുകൊണ്ടിരുന്നു. ഇപ്പം അല്പം കുറവാണ്, പക്ഷേ ഏത് നിമിഷവും അവർക്കത് കൂട്ടാനുള്ള ത്രാണിയുണ്ട്. ഈ ഖാലിസ്ഥാൻവാദികളെ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയാണ്. കാനഡ പിന്നീട് വന്ന ലേറ്റ് എൻട്രിയാണ്, പക്ഷേ കാനഡ കുറച്ചുകൂടെ ഓപ്പണായിട്ട് അത് ചെയ്തു. ബട്ട് ബേസിക്കലി അമേരിക്കയ്ക്ക് ഖാലിസ്ഥാൻവാദികളോട് വലിയ വിരോധമൊന്നുമില്ല. അതിരിക്കട്ടെ, ഇന്ത്യയെ ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യാനായിട്ടൊരു ആയുധം നമ്മുടെ കയ്യിലിരിക്കട്ടെ എന്നുള്ളതാണ് ട്രംപിൻ്റെ വരെ ഒരു ആറ്റിറ്റ്യൂഡ്. അങ്ങനെയാണ്. കാരണം ഒരു രാജ്യത്തെയും അവർ വളരാൻ സമ്മതിക്കുകയില്ല അമേരിക്ക. ഇപ്പോൾ അമേരിക്കയ്ക്ക് എന്താ നമ്മളോട് ശത്രുതയൊന്നുമില്ല. നമ്മളവരുടെ അടിമയായിട്ട് ജീവിക്കാമെങ്കിലും ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ട്. നമ്മൾ അടിമയാവാൻ തയ്യാറല്ലെങ്കിൽ അവരിങ്ങനെ ഡീസ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ പ്രശ്നമായിട്ട്. ചൈന ജിഹാദികളെ ഉപയോഗിക്കും, അമേരിക്ക ഖാലിസ്ഥാനികളെ ഉപയോഗിക്കും. അപ്പോൾ ഇതിനിടയ്ക്കാണ്, ഈ രണ്ട് വെല്ലുവിളികൾക്കിടയ്ക്കാണ് നമുക്ക് ജീവിക്കേണ്ടത്. അവർ പാകിസ്ഥാനിൽ ഇടപെടുന്നത് പലപ്പോഴും പാകിസ്ഥാനെ സഹായിക്കാനല്ല, ഇന്ത്യയെ നിലയ്ക്ക് നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പാകിസ്ഥാൻ നാലായിട്ട് വിഘടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്ട്രോങ് ഫോഴ്സ് നാലായിട്ട് വിഭജിക്കപ്പെടും. ബലൂചിസ്ഥാൻ നമ്മളുമായിട്ട് ഗുഡ് ടേംസിലാവും, സിന്ധ് മിക്കവാറും നമ്മളുമായിട്ട് ഗുഡ് ടേംസിലാവും. പിന്നെ നമ്മളുമായിട്ട് ബാഡായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം തീരെ കുറയും, മാനേജബിളാവും. അതായത് ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതൊക്കെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ എല്ലാവരും കളിക്കുന്ന കളികളാണ്. നമ്മൾ ഇതുവരെ കളിച്ചിരുന്നില്ല, ഇപ്പോൾ നമ്മളത് കളിക്കുന്നു. അപ്പോൾ ബംഗ്ലാദേശിനെ എങ്ങനെ ഒരു രാജ്യമാക്കി പാകിസ്ഥാനിൽ നിന്ന് മാറ്റിയെടുത്തോ അതുപോലെ ഒരു മാറ്റത്തിന് എപ്പോൾ വേണമെങ്കിലും സാധ്യതയുണ്ട് അല്ലേ? സാധ്യതയുണ്ട്. അതിന് പാകിസ്ഥാൻ ഉള്ളിൽ നിന്ന് സപ്പോർട്ട് കിട്ടണം. ആ സപ്പോർട്ട് ഇപ്പോൾ വ്യക്തമായിട്ട് വന്നിരിക്കുന്നത് ബലൂചിസ്ഥാനിൽ നിന്ന് മാത്രമാണ്, ബാക്കിയുള്ളതിന് വരാനിരിക്കുന്നു. ആ സിറ്റുവേഷനാണിപ്പോൾ. നമുക്ക് നോക്കാം അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.